പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ഇമ്പാക്ട്. പാലക്കാട് ഡിപ്പോയിലെ പെട്രോൾ പമ്പ് പണി ഉടൻ പുനരാരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പമ്പ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് നൽകാൻ നടപടിയായിരിക്കുന്നു. പമ്പിനുള്ളിലെ ശുചിമുറി മാറ്റി സ്ഥാപിക്കാനുള്ള ഡിസൈൻ നൽകിയെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. പൊളിച്ചിട്ട ഡിപ്പോയിലെ പമ്പ് 2.5 വർഷമായിട്ടും പുനർനിർമ്മിച്ചിട്ടില്ലെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ. മന്ത്രി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. നമ്മളിപ്പോൾ റീറ്റെയിൽ പമ്പ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടി അവരായിട്ടുണ്ട്. അവരുടനെ പണി തുടങ്ങും. അപ്പോൾ അവിടെയുള്ള പ്രശ്നം വെച്ചാൽ നടുവിലൊരു ടോയ്ലറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടോയ്ലറ്റിനെ അവർ ആദ്യം സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ പബ്ലിക് വളരെ വിഷമിക്കും. അപ്പം ഞാനവിടെ പാലക്കാട് പോകുന്നുണ്ട് ഒരാഴ്ച തന്നെ. അപ്പോൾ അതങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അവരൊരു സൈഡിലേക്ക് ടോയ്ലറ്റ് ഷിഫ്റ്റ് ചെയ്താണ് പമ്പിൻ്റെ പണി തുടങ്ങും. അഷിൻ ഡിയാഗോയും ഇക്ബാൽ ഇറക്കലും ചേരുന്നുണ്ട്. ആദ്യം അഷിനിലേക്ക്. അഷിൻ, ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് ആ ഡിസൈൻ താൻ വരച്ചു കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ആ പമ്പിന്റെ പണി പുനരാരംഭിക്കുമെന്നാണ് അല്ലേ? അപ്പോൾ വേഗത്തിൽ പ്രതീക്ഷിക്കാം. അരുൺ, തീർച്ചയായും. കാരണം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണികൾ പൂർത്തിയാകും. അതിന് ആവശ്യമായ ഡിസൈൻ അടക്കം വരച്ച് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഉടൻ തന്നെ ഈ ആഴ്ച തന്നെ അദ്ദേഹം ആ സ്ഥലത്തേക്ക് എത്തും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് പെട്രോളിയം ഇത് പണി ചെയ്തിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് നൽകിയിട്ടുണ്ട്, കരാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിൽ തടസ്സമായി നിൽക്കുന്നത് ഒരു ശുചിമുറിയാണ്. ശുചിമുറി മാറ്റി സ്ഥാപിച്ചതിന് ശേഷം മാത്രമേ നിലവിൽ പമ്പിൻ്റെ പണികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഡിസൈൻ എങ്ങനെ വേണം എന്നുള്ള കാര്യം മന്ത്രി അറിയിച്ചിട്ടുണ്ട്, അത് വരച്ച് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശുചിമുറി ഇപ്പോൾ പൊളിച്ചാൽ അവിടേക്ക് എത്തുന്ന ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് നിലവിൽ അത് പൊളിക്കാതെ വെച്ചിരിക്കുന്നത്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റി സൈഡിലേക്ക് മാറ്റുന്ന പണികൾ ഉടൻ ആരംഭിക്കും. താൻ തന്നെ അത് നേരിട്ടെത്തി അത് വിലയിരുത്തും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ടെർമിനലിൽ ശുചിമുറി തുറന്നു കൊടുക്കാതെ അത് തുറന്നു കൊടുത്താൽ തന്നെ ആളുകളുടെ പാതി പ്രശ്നം തീരും. പക്ഷേ അതിൻ്റെ പ്രശ്നമുള്ളത് അതിൻ്റെ ഡ്രെയിനേജ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് KSRTC പോലും അറിയില്ല. നമുക്കൊപ്പം ഇക്ബാലുണ്ട്. ഇക്ബാലാണ് ആ വാർത്ത പുറത്തുവിട്ടത്. ഇക്ബാൽ, സന്തോഷമായല്ലോ, പാലക്കാട് KSRTCക്ക് സ്വന്തമായിട്ടൊരു പെട്രോൾ പമ്പ് വരുന്നു. എന്തായാലും ഇക്ബാലിൻ്റെ ഇടപെടൽ ഫലം കണ്ടു. ഈ വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം അവിടെ ഒരു പമ്പ് കൊണ്ടുവരും. അരുൺ, തീർച്ചയായും. കാരണം പാലക്കാട്ടുകാർക്ക് മുഴുവൻ വലിയ രീതിയിൽ ആശ്വസിക്കാം. കാരണം പാലക്കാട്ടുകാരിലെ ഈ KSRTC ഡിപ്പോ അത് ഒരുപാട് പഴി കേൾക്കുന്നൊരു സമയമാണ്. കാരണം ഇപ്പോൾ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ശുചിമുറിയുടെ പേരിലെല്ലാം ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ KSRTCക്കകത്ത് ഉദ്യോഗസ്ഥർ തന്നെ നഷ്ടത്തിൽ ആക്കുന്ന രീതിയിലേക്ക് അവിടെയുള്ള പെട്രോൾ പമ്പ് നിർമ്മിക്കാതെ ആ പ്രവൃത്തി വൈകിപ്പിച്ചുകൊണ്ട് സ്വകാര്യ പമ്പ് ഉടമകൾക്ക് ലാഭമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും പാലക്കാട് KSRTC ഡിപ്പോയിൽ നടന്നിരുന്നത്. പ്രധാനമായും മിന്നൽ ബസ്സുകൾ ഉൾപ്പെടെ സമീപത്ത് തന്നെയുള്ള തൃശ്ശൂർ ജില്ലയിൽ നിന്നുൾപ്പെടെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ആ മിന്നൽ ബസ്സുകളിൽ നിന്ന് ഉൾപ്പെടെ ഈ സ്വകാര്യ പമ്പിൽ നിന്ന് ഇന്ധനം നിറച്ചാൽ മതി എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഈ പാലക്കാട് KSRTC ഡിപ്പോയിലെ ചില ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. ഏതായാലും സ്വന്തമായി ഒരു പമ്പ് വരുന്നതുകൊണ്ട് തന്നെ പാലക്കാട് KSRTC ഡിപ്പോയിലെ എല്ലാ ബസ്സുകൾക്കും ഇനി KSRTCക്ക് ഈ വില കുറഞ്ഞുകൊണ്ട് തന്നെ ഈ ഡീസൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ KSRTCക്ക് വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാനും കഴിയും. നിലവിൽ 15,000 രൂപ വരെ നഷ്ടമാണ് KSRTCക്ക് ഇന്ധനം സ്വകാര്യ പമ്പുകളിൽ നിന്ന് നിറയ്ക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നത്. ഏതായാലും മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പമ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ KSRTCക്ക് നിലവിൽ ഡീസലിലെ വിപണി വിലയേക്കാൾ ഒരു 4 രൂപ കുറച്ച് ഡീസൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ KSRTCക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏതായാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് സംഘടനകൾ അരുൺ, അതായത് നിലവിൽ ഒരു ലിറ്റർ ഡീസലിന് 95 രൂപ 62 പൈസയാണെങ്കിൽ KSRTCയുടെ സ്വന്തം പമ്പിൽ നിന്നും KSRTCക്ക് ഈ ഇന്ധനം ലഭിക്കുന്നത് 91 രൂപയ്ക്കാണ്. അതായത് ഏകദേശം 4 രൂപ കിഴിവ് KSRTCക്ക് ലഭിക്കും. പക്ഷേ ഇപ്പോൾ സ്വകാര്യ പമ്പിൽ നിന്നാണ് KSRTC ഇന്ധനം നിറയ്ക്കുന്നത്. 1 രൂപയുടെ കുറവ് മാത്രമാണ് ഈ സ്വകാര്യ പമ്പിൽ നിന്നും ഇന്ധനം നിറയ്ക്കുമ്പോൾ KSRTCക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ KSRTCക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട ലാഭം അല്ലെങ്കിൽ ലഭിക്കേണ്ട ഒരു ലാഭം വളരെ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. കൃത്യമായി കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ പാലക്കാട് KSRTC ഡിപ്പോയിലെ ബസ്സുകൾ ഒരു ദിവസം 3500 ലിറ്ററിലധികം എണ്ണ പാലക്കാട് ഡിപ്പോയിലെ ബസ്സുകൾക്ക് വേണ്ടി മാത്രം വേണം. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ദിവസം മാത്രം 10,000 മുതൽ 14,000 രൂപ വരെയാണ് ഇപ്പോൾ പാലക്കാട് KSRTC ഡിപ്പോ ഇത്തരത്തിൽ ഇന്ധനത്തിന്റെ മാത്രമല്ല ഈ ഇന്ധനം നിറയ്ക്കുന്നതുകൊണ്ട് മാത്രം മന്ത്രിയുടെ ആ വാർത്തയോടുള്ള ഇടപെടലിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എത്രയാണ് കണക്കെന്നറിയാമോ? നിലവിൽ 10,000 രൂപ വെച്ച് ഒരു ദിവസം പാലക്കാട് KSRTC ബസ്സുകൾക്ക്
ഡീസൽ അടിക്കേണ്ടി വരുന്നതിന് ചിലവാകുന്നുണ്ടെങ്കിൽ അഥവാ അധികമായി ചിലവാകുന്നുണ്ടെങ്കിൽ അത് ആരുടെ ലാഭമാണ്? അത് ആ സ്വകാര്യ പെട്രോൾ പമ്പുകാരൻ്റെ ലാഭമാണ്. ഒരു ദിവസം ശരാശരി 10,000 രൂപ ലാഭം സ്വകാര്യ പെട്രോൾ പമ്പുകാരന് KSRTC ഡിപ്പോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മാസം വരുമ്പോൾ 3 ലക്ഷമായി, ഒരു വർഷമാകുമ്പോൾ 36 ലക്ഷമായി കേട്ടോ. ഇതാണ് KSRTCയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആകപ്പാട് ദുർബലയായിട്ടുണ്ട് KSRTC. അതിനെ ഇങ്ങനെ അള്ളുവെച്ച് നശിപ്പിക്കണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ അന്വേഷിച്ചപ്പോൾ പാലക്കാട്ട് KSRTC ഡിപ്പോയിലെ ഒരു ഉദ്യോഗസ്ഥന് ഇതിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. കാരണം കന്യാകുമാരിയിൽ തിരുവനന്തപുരത്ത് നിന്ന് ഓടി വരുന്ന മിന്നൽ ബസ്സിന് തൃശ്ശൂരിൽ പമ്പ് KSRTC പമ്പിൽ നിന്ന് പെട്രോൾ പമ്പ് അടിക്കാമെന്നിരിക്കെ അത് ഇവിടെ വന്ന് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. എവിടെ വന്നടിച്ചാൽ മതി? സ്വകാര്യ പമ്പുകാരൻ്റെ പമ്പിൽ വന്ന് അടിച്ചാൽ മതി എന്ന് ആ ഒരു ഉദ്യോഗസ്ഥൻ ഉത്തരവിട്ടിട്ടുണ്ട് അത്രയും. എന്തായാലും അത് വളരെ വല്ലാത്തൊരു മോശമായ സംഭവമായിപ്പോയി. ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു, ഈ KSRTCക്ക് ഇനിയെങ്കിലും അള്ളുവയ്ക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്, അവരെയൊക്കെ ചെവിക്ക് പിടിച്ച് പുറത്താക്കണം. അതിന് എന്തായാലും ഗതാഗത വകുപ്പ് മന്ത്രി മുന്നിട്ടിറങ്ങുന്നു എന്നറിയുന്നതിൽ സന്തോഷം.